പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തും കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയും കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വെളിപ്പെട്ടാൽ നമ്മുടെ ഇന്നലകളിൽ അനുഭവിച്ച, ഇന്നലകളിൽ ഫേസ് ചെയ്ത പ്രോബ്ലങ്ങളെ എടുത്തു മാറ്റി വലിയ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടും. ദൈവശക്തി നമ്മളിൽ വെളിപ്പെടുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. വളരെ പരിചിതമേറിയ ഒരു തിരുവചന ഭാഗം. ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ്. 12 വർഷക്കാലം രക്തസ്രാവമുള്ള സഹോദരി യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോൾ ക്ഷണത്തിൽ നമുക്ക് വിടുതൽ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്നും ഇന്നും എന്നും യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും വിടുതലായിട്ടുണ്ട്. വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയമുള്ളവരെ നോക്കി പ്രാരംഭ സമയത്ത് ഞാൻ കൈമാറുന്നു. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്നിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ ചെന്നിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിശ്ചയം മറുപടികൾ ലഭ്യമാകുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശുവിൻ്റെ ചോദ്യമാണ്, എന്നെ തൊട്ടത് ആർ? പ്രൈസ് ദി ലോർഡ്. ആ വാക്യഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. തടിച്ചുകൂടിയ ഒരു പുരുഷാരത്തിൻ്റെ നടുവിൽ, ജനസമൂഹത്തിൻ്റെ നടുവിലൂടെ യേശു പോകുമ്പോൾ യേശുവിനെ തൊട്ടത് ആരാ എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രശസ്തിയില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും യേശുവിൻ്റെ ചോദ്യമാണ്, എന്നെ തൊട്ടതാര്? പ്രിയമുള്ളവരെ, ഒത്തിരി ആളുകൾ യേശുവിൻ്റെ ചുറ്റുമുണ്ട്. ശിഷ്യന്മാരുണ്ട്, ജനങ്ങളുണ്ട്, പ്രസംഗങ്ങൾ കാണാൻ വന്നവരുണ്ട്, അനുഭവിക്കാൻ വന്നവരുണ്ട്, കൂടെ നടക്കാൻ വന്നവരുമുണ്ട്. എന്നാൽ ആവശ്യബോധത്തോടെ ആരാണോ യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് അവരുടെ വിടുതൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിന് പ്രായം ഒരു പ്രശ്നമല്ല. അതിന് നാം അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര വലിയതാണെങ്കിലും ഒരു പ്രശ്നമല്ല. അതിന് നമ്മുടെ ബലഹീനതകൾ ഒരു പ്രശ്നമല്ല. വിശ്വാസത്തോടെ ദൈവസന്നിധി ചെന്ന്, അപ്പാ എൻ്റെ വിഷയത്തിനൊന്നും മറുപടി തരണമേ, എൻ്റെ വിഷയത്തിലൊന്ന് ഇറങ്ങി വരണമേ എന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിശ്ചയം ഇനി സന്ദേശം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ ആത്മാവിൽ കൈമാറുന്നു. വിശ്വാസത്തോടെ കർത്താവിൻ്റെ അടുക്കൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മറുപടി വരും മണിക്കൂറുകളിൽ അങ്ങയുടെ പക്കലെത്തിയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷ ക്രൂശീകരണം. അതിനു തൊട്ടു മുൻപേ 3 മരിച്ചവരെ ഉയർപ്പിച്ചത് പരിചയപ്പെടുത്തുന്ന വിശുദ്ധ വേദപുസ്തകം. അതിൽ യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ പോകുന്ന, സൗഖ്യമില്ലാതെ കിടക്കുന്നു എന്ന് കേട്ടിട്ട് യേശു ഭവനത്തിലേക്ക് പോകുന്ന ഒരു വഴിയിൽ വെച്ചാണ് മറ്റൊരു വിഷയത്തിന് വിടുതൽ ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു പോകുന്നത് അൾട്ടിമേറ്റ് എയിം യായിറോസിന്റെ ഭവനത്തിലേക്കാണ്. യായിറോസിന്റെ നിലവിളിയും കരച്ചിലും കണ്ടിട്ട് യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകും വഴി അവൾ ഒരു തീരുമാനമെടുക്കുന്നു. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു വേദന, ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി. അവിടെ വായിക്കുന്ന വേദഭാഗം ഇങ്ങനെ: പല വൈദ്യന്മാരാലും ഏറിയൊന്ന് ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാർത്ഥതയോടെ ചോദിക്കുന്നു. പല വൈദ്യന്മാരെ കണ്ടു, പല വാതിലുകളിൽ മുട്ടി, പല സ്തോത്രം, എനിക്കൊരു വിടുതൽ കിട്ടും, എനിക്ക് ഇതിനകത്തൊരു മറുപടി കിട്ടുമെന്ന് പല വിഷയത്തിലും ഇൻവോൾവ് ആയി. പക്ഷെങ്കിൽ നാളിതുവരെ ഒരു വിടുതൽ ലഭിക്കാതെ
നാളിതുവരെ ഒരു വിടുതലും ലഭ്യമാകാതെ വല്ലാതെ പ്രതിസന്ധിയിലൂടെയാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? യേശു കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ വിശ്വാസത്തോടെ യേശുവെ എന്നൊന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ, അപ്പ എൻ്റെ വിഷയത്തിനകത്തൊന്ന് ഇടപെടണമെന്ന് പറയാൻ താങ്കൾ തയ്യാറാണെങ്കിൽ, ഈ രാത്രിയിൽ താങ്കളുടെ വിടുതലിന്റെ രാത്രിയാണെന്ന് ഞാൻ ആത്മാർത്ഥതയോടെ അവളുടെ തീരുമാനം. പല വൈദ്യന്മാരെ കണ്ടു. വൈദ്യന്മാർക്ക് ഞാൻ എൻ്റെ കാശ് കൊണ്ട് കൊടുക്കുന്നതല്ലാതെ, എൻ്റെ പണം തീരുന്നതല്ലാതെ എൻ്റെ രോഗത്തിന് ഒരു ഭേദം വരുന്നില്ല. അപ്പോൾ എടുത്ത തീരുമാനം, യേശു ആ വഴി പോകുന്നു എന്ന് അവൾ കേട്ടു. അവൾ കേട്ട കേൾവിയിൽ യേശു ആ വഴി പോകുന്നു എന്നുള്ള അവളുടെ കർണപടത്തിൽ അവൾ കേട്ട ശബ്ദത്തിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി ഓടുകയാണ്. അവളെ തടയാൻ ജനസമൂഹമുണ്ട് മുന്നിൽ. എന്നാൽ ജനസമൂഹത്തെ വകഞ്ഞു മാറ്റി ആമേ സ്തോത്രം, യേശുവിൻ്റെ ആ അടുക്കലേക്ക് അവൾ ഓടി എത്തുകയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നവരെ ആരും വെറും കൈയോടെ കർത്താവ് മടക്കി വിട്ടിട്ടില്ല. വെറും കൈയോടെ കർത്താവ് വിട്ടിട്ടില്ല. പ്രിയരെ, നാളുകൾ ഏറെയായി പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധി വെച്ചിരിക്കുക. ഏറിയൊന്ന് അനുഭവിച്ചു. നാളിതുവരെ മുഖം താഴ്ത്തി, തല താഴ്ത്തി, എൻ്റെ ഈ വിഷയത്തിൻ്റെ മറുപടി എന്തിയെന്ന് വേദനപ്പെട്ട് ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങളുടെ മുൻപിലുണ്ടോ? കർത്താവ് ഈ രാത്രി സംസാരിക്കുന്നു. വിശ്വാസത്തോടെ ദൈവസന്നിധിയിലിരിക്കുക. അവിശ്വാസത്തിൻ്റെ എല്ലാ കണികകളും എടുത്തു കളഞ്ഞ് വിശ്വാസത്തിൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചില്ല. യേശു ചോദിക്കുന്ന ചോദ്യം, എൻ്റെ വസ്ത്രത്തെ തൊട്ടതാര്? എന്നെ തൊട്ടതാര്? കാര്യം ഒത്തിരി പേര് യേശുവിനെ ആ സമയത്ത് തൊടുന്നുണ്ട്. മുട്ടി 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 യാത്ര ചെയ്യുന്ന ജനസമൂഹത്തിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ യേശു ചോദിച്ചതിൻ്റെ അർത്ഥം ആവശ്യബോധത്തോടെ വിശ്വാസത്തോടെ എൻ്റെ വസ്ത്രത്തെ തൊട്ട ഒരു വ്യക്തിയുണ്ട്. മറ്റു പലരും ഇതെന്താകുമെന്ന് കാണാൻ വന്നവരും ഇതെന്താ ചെയ്യാൻ പോകുന്നെന്ന് കാണാൻ വന്നവരും യേശുവിൻ്റെ കൂടെ അത്ഭുതങ്ങൾ കാണാനായിട്ടും സ്തോത്രം വന്ന എല്ലാവരുടെ നടുവിൽ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം വെളിപ്പെടണമേ എന്ന്, എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വെളിപ്പെടണമേ എന്ന് ആവശ്യബോധത്തോടെ കർത്താവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ തൊട്ട ആ ക്ഷണത്തിൽ യേശു പറഞ്ഞു, ശക്തി പുറപ്പെട്ടു. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ദൈവശക്തി പ്രിയരെ നമുക്ക് അനിവാര്യമാണ്. ദൈവശക്തി ഉണ്ടെങ്കിലേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ദൈവശക്തിക്ക് വേണ്ടി നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന, നമ്മുടെ കുറവുകളെ നിറവാക്കി തീർക്കുന്ന ആ ദൈവശക്തി എൻ്റെ മേലൊന്ന് വെളിപ്പെടണമെന്ന് ആത്മാർത്ഥതയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. അതെ, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ഏതൊക്കെ പ്രതികൂലങ്ങൾ എന്നെ തടയാനുണ്ടെങ്കിലും, യേശുവിൻ്റെ അടുക്കൽ എനിക്ക് പോകാൻ ഞാൻ മറ്റൊരു വിഷയത്തെയും കാര്യമാക്കുന്നില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് ഞാൻ ഓടിപ്പോ. എന്നെ തൊട്ടതാണ്. ശക്തി പുറപ്പെട്ടു, ദൈവശക്തി പുറപ്പെട്ടു. അവിടെ വായിക്കുന്ന വേദഭാഗം, ക്ഷണത്തിൽ അവളുടെ രോഗം അവളെ വിട്ടുമാറി. 12 വർഷമായിട്ട് അനുഭവിച്ചൊരു പ്രതിസന്ധിയാണ്. 12 വർഷമായിട്ട് പണം അവിടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ, യേശുവിനെ തൊട്ടപ്പോൾ, കാലപ്പഴക്കം ചെന്ന 12 വർഷമായ വിഷയത്തെ കർത്താവ് പരിഹരിച്ചു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എത്ര വലിയ ഭാരപ്പെടുത്തുന്ന വിഷയമായിക്കോട്ടെ, എത്ര ഭാരമുള്ളതായിക്കോട്ടെ, കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കുക. കർത്താവ് പരിഹരിക്കും. വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.